ഹായ് ഗായ്സ് നമ്മൾ ശിവരാത്രിന്റെ ഭാഗമായിട്ടുള്ള സമ്മാന കൂപ്പൺ എടുക്കാൻ പോവാണ്. അതെ, ഓൾറെഡി 4 മണിക്കാണ് സമ്മാന കൂപ്പൺ എടുക്കുന്നത്. ഇപ്പൊ ഒരു 7 മണിയാവാറായി. ഞങ്ങൾ എപ്പോഴും ലേറ്റ് ആയിട്ടേ പോകാറുള്ളൂ. ഞങ്ങളിനി പോയിട്ട് ഗായ്സ് ഞങ്ങളുടെ ഇന്നത്തെ ഡാൻസ് ഗായ്സ് ഒന്നും പറയാനില്ല, കൈയും കാലൊക്കെ വേദനിച്ചിട്ട് വരിക. അപ്പൊ ഞങ്ങൾ അമ്പലത്തിലെത്തും. നമുക്ക് ആർക്ക് ഫസ്റ്റ് കിട്ടി സെക്കൻഡ് കിട്ടി എന്നുള്ള വീഡിയോസ് ബാക്കി വരും. ബൈ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ എത്തുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് പകുതി സമ്മാന കൂപ്പണിൻ്റെ റിസൾട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ 3 വനിതകൾ മാത്രം അവിടെ ഉള്ളത് കൊണ്ടും ബാക്കി കുറേ അധികം സമ്മാന കൂപ്പൺ ഞങ്ങളെ കൊണ്ട് ഇടിപ്പിച്ചു. ഞങ്ങൾക്ക് അങ്ങനെ ഗൈസ് ഒരു അയൺ ബോക്സ് കിട്ടി. ഈ ചേട്ടൻ്റെ കൂപ്പണിനാണ് ഫസ്റ്റ് സമ്മാനം അടിച്ചത്. അവിടെ നിന്നു ബാക്കി സമ്മാനങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ ഇറങ്ങി. ഹായ് ഗായ്സ്, നമ്മുടെ സമ്മാന കൂപ്പണൊക്കെ കഴിഞ്ഞു. നമ്മളിപ്പോ എങ്ങനെ പോണ പറയൂ? അതെ, ഞങ്ങൾ ശ്രുതി ചേച്ചിയുടെ വീട്ടിലേക്ക് പോകാണ്. ഞങ്ങൾ ഇടയ്ക്കൊക്കെ പറയുന്ന പോലെ ഞങ്ങളുടെ മെട്രോ സിറ്റി ആയ ഞങ്ങൾക്ക് സ്പേസ് കുറച്ച് കുറവാണ്. ഞങ്ങൾക്ക് 3 പേർക്കാണെങ്കിൽ ഒരുമിച്ച് നടക്കുകയും വേണം. നമ്മുടെ ഗാങ്ങിൽ ഒരാൾക്ക് സമ്മാനം അടിച്ചിട്ടുണ്ട്. ഇല്ല, ഞങ്ങൾക്ക് കിട്ടി ഗൈസ് അയൺ ബോക്സ്. സമ്മാന കൂപ്പണിൽ ഞങ്ങൾക്ക് അയൺ ബോക്സ് ഉണ്ട്. എന്തിനാന്നറിയില്ല, കിട്ടിയിട്ടുണ്ട്. ബൈ ഗൈസ്, ബൈ. അത് ഞാൻ ഗീവ് തരാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്ത് ചെയ്യണം, എന്നെ ഫോളോ ചെയ്യണം. അവർക്ക് ഞാൻ എന്റെ അയൺ ബോക്സ് തരുന്നതായിരിക്കും. എല്ലാ വീഡിയോയിലും മിനിമം 3 കമന്റ്. അങ്ങനെ ഞങ്ങൾ ശ്രുതി ചേച്ചിൻ്റെ വീട്ടിലെത്തി. ഇതാണ് ഞങ്ങളുടെ ശ്രേയ. ചത്തുപോകുമോ ഡോക്ടർ? എത്ര ദിവസം ജീവിക്കും? മരുന്നുണ്ടോ? ഡോക്ടർ എനിക്ക് പേടിയുണ്ട്. മെല്ലെ ഞങ്ങൾ സംസാരിച്ചിരിക്കുമ്പോഴത്തേക്കും ശ്രീയാൻ ഇന്നലെ ഡാൻസ് കളിച്ചതിന്റെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി എല്ലാവരും കൂടെ വന്നു. ചോറക്കോട് ഭഗവതിയുടെ ക്ഷേത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഡാൻസർക്കുള്ള പ്രത്യേക മൊമെന്റോ ശ്രീയാൻ കഷ്ടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ചു. അവിടെ നിന്ന് 9-9:30 ഇറങ്ങി. അപ്പം ഇന്ന് അത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ കാണാം. ബൈ.